ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. പുതിയ ടിയാഗോ ഇവയുടെ പ്രൈസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 6.99 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 9.99 ലാക്സിൽ അവസാനിക്കുന്നുണ്ട്. ഗംഭീര പ്രൈസിംഗ് ആണ്. സോ ഇതിൽ ഏത് മോഡലാണ് എടുക്കേണ്ടത്, ഏതായിരിക്കും നല്ലത്, നമുക്കിപ്പോൾ മാക്സിമം ബഡ്ജറ്റ് നോക്കി അല്ലെങ്കിൽ മാക്സിമം ഒരു പൈസ ലാഭിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. നമുക്കിപ്പോൾ ഏകദേശം നോർമൽ ടിയാഗോയുടെ പ്രൈസും ഇവിയുടെ പ്രൈസും ഒക്കെ ഒരു പരിധി വരെയൊക്കെ ടാലി ആവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ AMT CNG ആ ഒരു കോമ്പിനേഷനാണ് നോക്കുന്നുണ്ടെങ്കിൽ. കാരണം ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഗിയറൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവ് മോഡിലിട്ട വണ്ടി ഓടിക്കുക എന്നുള്ളൊരു സംഭവമുള്ളൂ. മറ്റേതിനകത്ത് നമ്മളിനി AMT ഓട്ടോമാറ്റിക് എടുക്കണം, ലാഗ് സഹിക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടിയാഗോ EVയുടെ തന്നെ ബേസ് മോഡലായ സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. എനിക്ക് 6.99 ലാക്സിൽ ഈ വണ്ടി ഭയങ്കര വെർത്തായിട്ട് തോന്നി. കാരണം ജസ്റ്റ് മാക്സിമം പൈസ ലാഭിക്കുക എന്നുള്ള ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി അടിപൊളിയാണ്. ഫീച്ചേഴ്സായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. പക്ഷേ എങ്ങനെയാണ് അത് അടിപൊളി ആവുന്നതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോർമൽ ലൈറ്റ്സ് ആണ് വരുന്നത്. ഹെഡ് ലാംപ്സ് ഒക്കെ ഹാലജൻ ആണ്. അതുപോലെ നടുവിൽ അത് പിന്നെ ബോഡി കളർ തന്നെയാണ് ടോപ്പിൻ്റെ ആണെങ്കിലും. പിന്നെ നമുക്ക് ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിൽ നോർമലാണ്. ഇതിനകത്ത് ഫോഗ് ലാംപ്സ് പിന്നെ അവർ അല്ലെങ്കിലും കൊടുക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഫ്രണ്ട് ഡിസൈൻ ആക്ച്വലി വ്യത്യാസമില്ല. LED ഹെഡ് ലാംപ്സ് LED DRLs ഒക്കെ ടോപ്പിനുള്ളൂ. ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സൈഡ് ഓവറോൾ ഡിസൈൻ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ബി പില്ലർ ബ്ലാക്ക് ഡോട്ടാണ്, ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. അതുപോലെ മൊത്തത്തിലൊരു ബ്ലാക്ക് ഫിനിഷിങ് മുകളിൽ കൂടെ റൺ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽസ് ആണെങ്കിലും ഒരു ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം വീൽ ക്യാപ്പൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ എല്ലാ വേരിയൻസിലും ഇവരുടെ ബ്രോഷർ അനുസരിച്ച് 175, 65, R14s ആണ് ടയർ സൈസ് വരുന്നത്. സോ ജസ്റ്റ് ഒരു വീൽ ക്യാപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലോ. ടോപ്പിലാണെങ്കിലും ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസ് ഉള്ളൂ, അലോയ്സ് ഒന്നുമില്ല. ഇത് ഇൻഫാക്ട് ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇതേ വീൽസിനകത്തൊരു ക്യാപ്പ് ഇട്ട് വരും, അത്ര വ്യത്യാസമുള്ളൂ. ടാറ്റ റോട്ടിവയുടെ ബാഡ്ജിങ് ഉണ്ട്. നമുക്ക് സൈഡ് മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, ഫോൾഡബിൾ അല്ല, ഒരു സംഭവം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ബ്ലാക്ക് മിറേഴ്സ് ആണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഒന്നുമല്ല. മുകളിലത്തെ വേരിയൻസിലേക്ക് വേണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഗ്ലോസി ബ്ലാക്ക് എങ്കിലും കിട്ടിയാനെ. എന്തായാലും നമുക്ക് നോർമൽ ടിയാഗോയുടെ ബേസ് മോഡൽ, അതായത് പെട്രോളിൻ്റെ ഒക്കെ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് വരെ ഒരു ബ്ലാക്ക് ആയിരുന്നു കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല. അതുപോലെ ബാക്കിലത്തെ ഡിസൈൻ നമുക്ക് സാധാരണ ടിയാഗോയുടെ പ്യുവർ പ്ലസ് വേരിയൻ്റ് വരും. പ്യുവർ പ്ലസ് A എടുത്താൽ മാത്രമാണ് ഈ ടെയിൽ ലാംപ്സിൻ്റെ നടുവിൽ ആ ഒരു റെഡ് എലമെൻറ്റ് വരുന്നത്. നല്ലൊരു ബ്ലാക്ക് എന്തൊക്കെയോ ഡിസൈനൊക്കെ ഉള്ള എലമെൻറ്റാണ് വരുന്നത്. ഇതിനകത്ത് അങ്ങനെയല്ല. നമുക്ക് ടോപ്പിൽ വരുന്ന അതേ ഡിസൈൻ തന്നെയാണ് ടെയിൽ ലാംപ്സിൽ കൊടുത്തിരിക്കുന്നത്. LED ടെയിൽ ലാംപ്സും അവർ കൊടുത്തിട്ടുണ്ട്. സോ ബാക്കിൽ നിന്ന് വണ്ടി കാണുമ്പം ഒരു വ്യത്യാസമില്ല. അൺലെസ് നമുക്ക് റിയർ ഡീഫോഗർ ഇല്ല, റിയർ വൈപ്പർ വാഷർ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. വൈപ്പറും വാഷറും ഏറ്റവും ടോപ്പിൻ്റെ ക്രിയേറ്റീവ് വേരിയൻറ്റിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല. അതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. എനിക്കറിയാം പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ എന്നാലും ഈ വണ്ടിയുടെ പ്രൈസിങ് ഇതിന് അത്യാവശ്യം വർത്താക്കുന്നുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് പോകുകയാണെങ്കിൽ ഇതുപോലൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ വളരെ കാലിയായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ടോഗിൾ ചെയ്യാനുള്ള കൺട്രോൾസ് റൈറ്റ് സൈഡിലൊരു കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റ് ബോട്ടം ആണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ടോപ്പിന് കിട്ടുന്ന അതേ സ്റ്റിയറിംഗ് തന്നെയാണ്. ഇലക്ട്രിക് ആയതുകൊണ്ട് ടാറ്റ ടിവിയുടെ ബാഡ്ജിങ് ആണെന്ന് മാത്രം. ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് സെയിം ടോപ്പിന് കിട്ടുന്ന അത് തന്നെയാണ്. അതിൻ്റെ അകത്ത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് സെൻട്രൽ ലോക്കിംഗ് അവൈലബിൾ അല്ല. അതുപോലെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കോല് നിങ്ങൾക്ക് അവിടെ കാണാം. അത് മാത്രമേ ഇതിനകത്ത് കിട്ടുന്നുള്ളൂ. അതൊക്കെയാണ് ഒരു ചെറിയ ഇഷ്യൂസായിട്ട് വരുന്നത്. ബേസ് മോഡലായതിൻ്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ. ഏതായാലും അവർ ബേസ് മോഡലാണെങ്കിലും എന്താണെങ്കിലും ഡോറിനകത്ത് നമുക്ക് ആ ഒരു അപ്പോൾസ്ട്രി, ഫാബ്രിക് അപ്പോൾസ്ട്രി വരുന്നുണ്ട്. സീറ്റ്സും ഈ ഒരു ഡ്യുവൽ ടോൺ പച്ച ആൻഡ് ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കൊള്ളാം. അതുപോലെ ഈവൻ നമുക്ക് ഡോറിലെടുക്കുകയാണെങ്കിൽ ഒരു സിൽവർ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ പവർ വിൻഡോസേ വരുന്നില്ല. നമുക്ക് പവർ വിൻഡോസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ജസ്റ്റ് ഇത് മറ്റേ തിരിച്ച് കറക്കി തിരിച്ച് ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് അവർ ഈ വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ടിയാഗോ EV ബേസ് മോഡലായതുകൊണ്ട് പവർ വിൻഡോസ് കൊടുക്കാമായിരുന്നു. ബട്ട് എനിവേ അതൊക്കെ നമ്മൾ ടു ഡു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇനി സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് റൂഫിലേക്ക് സോ അവിടെ മാനുവൽ ഡേ നൈറ്റ് എയർ വ്യൂംസ് ഇല്ല, ജസ്റ്റ് ക്യാബിൻ ലാമ്പ് മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും, ഡേ നൈറ്റ് മിറേഴ്സ്. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഇൻഫർടൈൻ സിസ്റ്റം അങ്ങനത്തെ ഒരു സാധനം ഇതിനകത്ത് വരുന്നില്ല. ഇവിടെ ഒരു കാലി സ്പേസേ ഉള്ളൂ. പക്ഷേ ഓട്ടോ AC അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് വണ്ടികൾ മാനുവൽ AC കൊടുക്കുന്നതിലും എളുപ്പം ഓട്ടോ AC കൊടുക്കുന്നതാണ്. അതിന് ഡിസ്പ്ലേ ഒന്നും പ്രത്യേകിച്ച് സ്ക്രീനിൽ വരുന്നില്ല, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റിൽ കാണിക്കുമായിരിക്കും. ഇനി അതിൻ്റെ താഴെ നമുക്ക് മൊബൈൽ ഹോൾഡറൊക്കെ വരുന്നുണ്ട്. ഈ ഒരു അതായത് ഡ്രൈവ് മോഡ് സെലക്ടറാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ടോപ്പിൻ്റെ ഇതിൻ്റെ AMTയിലും ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്കും സാധനങ്ങളും ഫ്രണ്ട് ആംറെസ്റ്റും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ കാണാം. ഡാഷ്ബോർഡിൽ നമുക്കൊരു ഫാബ്രിക് ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ അത്യാവശ്യം കൊള്ളാം. അത് സാധാരണ ടിയാഗോയുടെ ബേസ് മോഡൽ പോലെ അവർ കൊടുക്കുന്നൊരു അപ്പോൾസ്ട്രി തന്നെയാണ്. മെറ്റീരിയൽസിൽ നിന്നും വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ബാക്ക് സീറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സ്പേസ് ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ട്രസ്റ്റ് ഉള്ള ഈ വണ്ടിയിൽ ഒറ്റ വേരിയലും കിട്ടുന്നില്ല. ഇലക്ട്രിക് ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, CNG ആയിക്കോട്ടെ, എന്തെടുത്താലും. പിന്നെ ഫ്രണ്ടിൽ പവർ വിൻഡോസ് ഇല്ലാത്ത സ്ഥിതിക്ക് ബാക്കിൽ പവർ വിൻഡോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ബാക്കിൽ AC വെൻസും വരുന്നില്ല. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ടോപ്പ് ഇൻ വേരിയൻറ്റിലേക്ക് പോകണം. ആൻഡ് ടോപ്പ് ഇൻ വേരിയൻറ്റ് 9.99 lakhs
ആണ് അതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. അതിൽ നമുക്ക് ഈ പറഞ്ഞ 19.2 കിലോവാട്ട് ബാറ്ററി പാക്കും കിട്ടുന്നില്ല. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ്, ABS, EBD അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഓപ്ഷൻസിനെ പറ്റി സംസാരിക്കണം. ഈ ബേസ് മോഡൽ ആകെപ്പാടെ 19.2 കിലോവാട്ട് ബാറ്ററി പാക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ഏകദേശം ഒരു 65 ഹോഴ്സ് പവർ ആണ്. ഇതിനകത്ത് പവർ ഫിഗേഴ്സ് വരുന്നു. 110 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുണ്ട്. 0 to 100 അവർ ഇതിൻ്റെ മറ്റേ 24 കിലോവാട്ട് മോഡലിൽ 5.8 സെക്കൻഡ്സ് ആണ് ക്ലെയിം ചെയ്യുന്നത്. ഇതിന് ഏകദേശം 6.3 സെക്കൻഡ്സ് ആണ്. 60 വരെ നിങ്ങൾക്ക് സ്പീഡിൽ പോയാൽ മതിയെങ്കിൽ അധികം ഡിഫറൻസ് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ മോഡൽ ഓടിച്ചിട്ടില്ല, ഇതിനെ 24 കിലോവാട്ട് മോഡൽ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ബട്ട് എനിവേ അത് അത്ര വലിയ പ്രശ്നമല്ല. പിന്നെ റേഞ്ച് എന്തായാലും കുറവായിരിക്കും. മറ്റേ വണ്ടിയുടെ C75 അതായത് 24 കിലോവാട്ട് ആണെങ്കിൽ C75 ഡാറ്റ അനുസരിച്ച് റേഞ്ച് വരുന്ന 205 മുതൽ 215 ആണ്. ഇതിൻ്റെ C75 ഡാറ്റ അനുസരിച്ചുള്ള റേഞ്ച് 150 to 160 ആണ്. സോ ഏകദേശം ഒരു 150 ഒക്കെ റിയൽ ലൈഫ് പിടിച്ച് പോയാൽ മതി. അത്രയൊക്കെ നമുക്ക് ഇതിനകത്ത് റേഞ്ച് കിട്ടുള്ളൂ. ഏതായാലും ബേസ് മോഡലാണെന്ന് പറഞ്ഞ് ഒരുപാട് കളേഴ്സിൽ കോംപ്രമൈസ് ഒന്നുമില്ല. നമുക്ക് 4 കളേഴ്സ് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അതായത് ജസ്റ്റ് വൈറ്റും ബ്ലാക്കും, അല്ലെ ബ്ലാക്ക് ടാറ്റയ്ക്ക് ഭയങ്കര പ്രീമിയമാണ്. വൈറ്റും ഗ്രേയും അങ്ങനെ മാത്രം കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു നീല കളർ, വെറൈറ്റി നീല കളറൊക്കെ ബേസ് മോഡൽ മുതൽ കൊടുക്കുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നുള്ളൂ. ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി നമുക്ക് മെയിൻ കീ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ വണ്ടി വെർത്താവുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബാക്കി ഇതിൻ്റെ മുകളിലത്തെ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സ് എടുക്കണം. സ്മാർട്ടിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്, അതുപോലെ പ്യുർ പ്ലസിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ പ്യുർ പ്ലസിലേക്ക് വരുമ്പോഴേക്കും 8 ഇഞ്ചസിൻ്റെ സ്ക്രീൻ ആഡ് ആവും. നമുക്ക് റിയർ ഡീഫോഗർ വരും, സ്റ്റെയറിംഗ് മോട്ടർ കൺട്രോൾസ് വരും, 4 സ്പീക്കേഴ്സ് വരും, വയർലെസ് ആൻഡ് ഓട്ടോ ആപ്പിൾ കാപ്പിൾ അതൊക്കെ വരും, 4 പവർ വിൻഡോസ്, അതുപോലെ 14 ഇഞ്ച് വീൽ കവേഴ്സ് വരുന്നുണ്ട്, ടൈപ്പ് സി ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെയാണ് വരുന്നത്. അതിന് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടത് 1.5 ലക്ഷം രൂപയാണ്. ഓക്കെ, അവിടെയാണ് പ്രശ്നം. നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളായ സെൻട്രൽ ലോക്കിങ്, 4 പവർ വിൻഡോസ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, റിയർ ക്യാമറ, ഇത്രയാണ് മെയിനായിട്ട് ഒരാൾക്ക് ആവശ്യമുള്ളത്. പിന്നെ വേണമെങ്കിൽ പുറത്ത് മറ്റേ വീൽ കവറും കൂടി ഇടാം. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സെറ്റ് ആവും. ഡെയിലി യൂസ് ചെയ്യാൻ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇത്രയൊക്കെ ആഡ് ചെയ്യാൻ ഏകദേശം ഒരു 50,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതിയാവും. പക്ഷേ പ്രൈസ് ഡിഫറൻസ് നോക്കിയാൽ മനസ്സിലാവും. സ്മാർട്ട് ടു പ്യുർ പ്ലസ് വരുമ്പോഴേക്കും 1.5 ലക്ഷം രൂപയാണ്. ഈ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പിന്നെ ഈ സെയിം ബാറ്ററി പാക്ക് തന്നെയാണ് 19.2 കിലോവാട്ട് നിങ്ങൾ 1.5 ലക്ഷം രൂപ എക്സ്ട്രാ ഇടാണെങ്കിലും കിട്ടുന്നത്. അത് വെറുത്തല്ല എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ബേസ് മോഡൽ വെർത്താണ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചിലപ്പം ഡീലർഷിപ്പിൽ നിന്ന് തന്നെ അവർ ചെയ്തു തരുമായിരിക്കും, അല്ലെങ്കിൽ പുറത്തുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വയറിംഗ് മൊത്തത്തിൽ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആകെപ്പാടൊരു പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫീച്ചേഴ്സിനോട് യാതൊരു പ്രശ്നവുമില്ല, ജസ്റ്റ് വണ്ടി മാക്സിമം ഡെയിലി ലാഭിച്ച് ഓടിച്ചാൽ മതി, സോളറൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടൊന്നും നോക്കണ്ട. നിങ്ങളിപ്പോൾ പുറത്തൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ വണ്ടി എടുത്തോ. ഏകദേശം 7.7 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഈ വണ്ടി ഓൺ റോഡ് വരുള്ളൂ. ആ പ്രൈസിൽ ഇതിലും ലാഭകരമായിട്ട് ഓടിക്കാൻ പറ്റിയ വേറൊരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ ടിയാഗോയുടെ ഒരു AMT മോഡൽ, ഇതിപ്പം ഓട്ടോമാറ്റിക് എന്ന് കൺസിഡർ ചെയ്യാം. ശരിക്കും EVയിൽ ഗിയറൊന്നും വരുന്നില്ല, നമുക്ക് സിംഗിൾ റേഷ്യോ ആണ് വരുന്നത്. സോ അതുകൊണ്ട് AMT ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഇതിന് ഇതുപോലത്തെ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ടിയാഗോ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ടിയാഗോയുടെ AMT മോഡൽ എടുക്കേണ്ടി വരും. ആൻഡ് മിനിമം പ്യുവർ വേരിയൻ്റെങ്കിലും എടുക്കേണ്ടി വരും AMT കിട്ടണമെങ്കിൽ. അത് ഏകദേശം ഈ സിമിലർ പ്രൈസ്, ഏകദേശം ഒരു 8 ലക്ഷം രൂപയ്ക്ക് താഴത്തേക്കായിട്ട് ഓൺ റോഡ് വരുന്നത്. ഇനിയിപ്പോൾ CNG വേണമെന്നുണ്ടെങ്കിൽ പിന്നെ 1 ലക്ഷം രൂപയുടെ എക്സ്ട്രാ കൊടുക്കണം. അതും AMT വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 9 ലക്ഷം രൂപയാണ് നോക്കിക്കാണുന്നത്. സോ ആ ഒരു പ്രൈസ് എങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പിന്നെ പ്യുവർ എന്ന് പറഞ്ഞ വേരിയൻറ്റ്, പ്യുവർ പ്ലസ് എടുക്കാതെ അതിൻ്റെ അകത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. 4 പവർ വിൻഡോ ഒക്കെ കിട്ടും, പിന്നെ ബ്ലൂടൂത്ത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുമെന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പം ഈ വണ്ടി എന്തുകൊണ്ടും വെർത്തിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൈലേജ് നോക്കി നമ്മൾ CNG ഫില്ല് ചെയ്യാൻ പെട്രോൾ മറ്റേ സ്റ്റേഷൻസിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് സിറ്റി ട്രിപ്സ് ആണ്, മാക്സിമം ഡെയിലി റണ്ണിങ് ഒരു 100 കിലോമീറ്റേഴ്സൊക്കെ ഉള്ളൂ. അതിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ ഒരു സെക്കൻഡറി വണ്ടി വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കണ്ണു പൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് എന്നാണ് എനിക്ക് തോന്നിയത്. അതും ഈ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതിനെയും, അതായത് ഫീച്ചേഴ്സിനെ പറ്റിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ബാറ്ററിയും അതുപോലെ മോട്ടറും ഇത് മാത്രമേ ആകെപ്പാട് അടിച്ചു പോകാനുള്ളൂ. വേറൊന്നും ടാറ്റ തന്നെ ഇതിനകത്ത് ഫീച്ചേഴ്സായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് അടിച്ചു പോകേണ്ടത് എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം. സോ റിലയബിലിറ്റിയും അങ്ങനെ ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വേരിയൻ്റ് എടുക്കേണ്ട, കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ള വേരിയൻ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ അഡീഷണൽ ഇട്ട് ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് 19.2 കിലോവാട്ട് ബാറ്ററി പാക്ക് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും നല്ലത് നമ്മൾ 1 ലക്ഷം രൂപയുടെ കൂടുതലിടുകയാണെങ്കിൽ 24 കിലോവാട്ട് ബാറ്ററി പാക്ക് കിട്ടും. അതിൽ നിന്ന് പിന്നെ ഒരു 50,000 രൂപയുടെ കൂടുതലിടാണ്. കാരണം 24 കിലോവാട്ട് ബാറ്ററി പാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 9.5 lakhs ആണ് ഇതിൻ്റെ 24 കിലോവാട്ട് പ്യുർ പ്ലസിൻ്റെ പ്രൈസ് വരുന്നത്. അതിൽ നിന്ന് ഒരു 50,000 രൂപയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് വേരിയൻ്റ് കിട്ടി അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സും വന്നു. സോ നമുക്കൊന്നും മിസ് ചെയ്യാൻ പോകുന്നില്ല, എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് കിട്ടും. 10.9 lakhs ആണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ അതെടുത്താൽ മതി, അതെടുക്കുന്നതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. കാരണം നമ്മളപ്പോൾ അത്രയും എന്തായാലും ബഡ്ജറ്റ് കൂട്ടി 24 കിലോവാട്ട് വേണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ 24 കിലോവാട്ട് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ അതില്ലാത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതിന് ടോപ്പ് എൻഡ് മാത്രമായിരിക്കും. പ്യുർ പ്ലസ് പോയി എടുക്കരുത്, വെറും 50,000 രൂപയുടെ വ്യത്യാസമുള്ളൂ അതിൽ.
അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് 24 kWh ബാറ്ററി പാക്ക് കിട്ടുന്ന പോലെ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സിൻ്റെ ബാറ്ററി വാറണ്ടി ഒന്നുമില്ല. നമുക്ക് പഴയ പോലെ 8 years 1.6 lakh കിലോമീറ്റേഴ്സ് തന്നെ ഉള്ളൂ. പക്ഷേ എന്നാലും അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയൊക്കെ കാലം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വണ്ടി നിങ്ങൾ മാക്സിമം ലാഭിച്ചിട്ടുണ്ടാവും. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റിലുള്ള അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സെ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.